Hello everyone, welcome back to our channel Clover Teachers, where learning is simple and made just for you. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഹിന്ദിയിലെ മഹാകവയിത്രിയായിരുന്ന കൃഷ്ണഭക്തയായിരുന്ന സന്യാസിനി മീര രചിച്ച വരികളാണ്. മീര കെ പദ്. കുട്ടിക്കാലം മുതലേ തന്നെ മീര ശ്രീകൃഷ്ണനോടുള്ള ഭക്തിയിൽ മുഴുകിയിരുന്നു. ഈ വരികൾ 500 വർഷം മുമ്പ് രചിച്ച വരികളാണ്. ഭക്തകവയിത്രിയായിരുന്ന മീരാബായി ജനിച്ചത് രാജസ്ഥാനിലായിരുന്നു. അവർ ഒരു രാജകുമാരിയായിരുന്നു. ശ്രീകൃഷ്ണനോടുള്ള ഭക്തി മൂലം അവർ പിന്നീട് സന്യാസ ജീവിതം നയിച്ചു. ബസോ മേരെ നേനന്മേ നന്ദലാൽ, മോഹിനി മൂരത്തി സാവരി സൂരത്തി നേനാ ബനെ വിശാൽ, അധർ സുധാരസ് മുരളി രാജതി ഉർ വൈജന്തി മാൽ, ക്ഷുദ്ര ഖണ്ഡിക കട്ടിത്തട്ട് ശോഭിത് നൂപുർ ശബ്ദ രസാൽ, മീരാ കെ പ്രഭു സന്തൻ സുഖദായി ഭക്തവജൽ ഗോപാൽ. ഒന്നാമത്തെ പദ്യത്തിൽ ശ്രീകൃഷ്ണൻ്റെ മനസ്സിനെ ആകർഷിക്കുന്ന രൂപസൗന്ദര്യത്തെ വർണ്ണിച്ചിരിക്കുകയാണ്. ബസോ മേരെ നയനന്മേ നന്ദലാൽ. നയനൻ എന്ന് പറഞ്ഞാൽ ആകെ കണ്ണുകൾ. നന്ദലാൽ നന്ദ് കെ പുത്ര, അതായത് ശ്രീകൃഷ്ണൻ. ബസ് ജാന എന്ന് പറഞ്ഞാൽ വസിക്കുക. മേരെ ആഖോ മേ ബസ് ജാവോ, ഹേ കൃഷ്ണ മേരെ ആഖോ മേ ബസ് ജാവോ. ശ്രീകൃഷ്ണ എൻ്റെ കണ്ണുകളിൽ വസിക്കൂ. ബസോ മേരെ നയനൻ മേ നന്ദലാൽ, മേരെ ആഖോ മേ ബസ് ജാവോ. ശ്രീകൃഷ്ണ മേരെ ആഖോ മേ ബസ് ജാവോ, എൻ്റെ കണ്ണുകളിൽ വസിക്കൂ. മോഹിനി മൂരത്തി സാവരി സൂരത്തി നയന ബനെ വിശാൽ. മോഹിനി മൂരത്തി എന്ന് പറഞ്ഞാൽ മൻകോ മോഹിത് കർണേ വാലെ മൂർത്തി, മനസ്സിനെ ആകർഷിക്കുന്ന മൂർത്തി, മനസ്സിനെ ആകർഷിക്കുന്ന രൂപമുള്ള ആൾ. സാവരി സൂരത്തി എന്ന് പറഞ്ഞാൽ സാവലെ രംഗയ്ക്ക് സുന്ദർ ചവി, അതായത് ഇരുണ്ട നിറമുള്ള ഛായ, ഇരുണ്ട നിറമുള്ള ഒരു രൂപം. അപ്പോൾ ഇരുണ്ട നിറമുള്ള മനസ്സിനെ ആകർഷിക്കുന്ന രൂപമുള്ള ആളാണ് ശ്രീകൃഷ്ണൻ. നേന ബനെ വിശാൽ, കണ്ണുകൾ നല്ല സുന്ദരമായ കണ്ണുകളാണ്. നേന എന്ന് പറഞ്ഞാൽ കണ്ണുകൾ. ബനെ വിശാൽ, വിശാലമായ വലിയ നീണ്ട കണ്ണുകളാണ്. അധർ സുധാരസ് മുരളി രാജത്തി ഉർ വൈജന്തി മാൽ. അധർ, അധർ എന്ന് പറഞ്ഞാൽ ചുണ്ട്. ചുണ്ടുകളിൽ സുധാരസ് മുരളി, സുധാരസ് എന്ന് പറഞ്ഞാൽ അമൃത് പോലെ മധുരമുള്ള, അമൃത് ജേസ രസ്, അമൃത് പോലെ മധുരമുള്ള. മുരളി രാജത്തി, മുരളി ഓടക്കുഴൽ ഉണ്ട്. രാജത്തി അവിടെ ചുണ്ടിൽ ഉണ്ട്. ഓടക്കുഴൽ നാദം കേൾക്കാം, അതായത് ഓടക്കുഴൽ വായിക്കുമ്പോൾ അത്രയ്ക്ക് മധുരമുള്ള സംഗീതമാണ് വരുന്നത്. ശ്രീകൃഷ്ണൻ ഓടക്കുഴൽ വായിക്കുമ്പോൾ മധുരമുള്ള സംഗീതമാണ് കേൾക്കാൻ കഴിയുന്നത്. അതായത് ശ്രീകൃഷ്ണൻ്റെ ഓടക്കുഴലിൽ നിന്നുള്ള സംഗീതം അതീവ ഹൃദ്യവും മനസ്സിന് ശാന്തി നൽകുന്നതുമാണ്. ഈ പുല്ലാങ്കുഴൽ വായന പ്രകൃതിയെയും പിന്നെ ജീവജാലങ്ങളെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒന്നാണെന്ന് കരുതപ്പെടുന്നു. ഒരു വൈജന്തി മാൽ, ഒരു എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൃദയം. ഹൃദയത്തിൽ വൈജന്തി മാൽ. വൈജന്തി മാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈജയന്തി മാല, അതായത് വൈജയന്തി പൗധേക്ക് ബീജോ സെ ബന്നെ വാലി മാല. വൈജയന്തി ചെടിയുടെ ആ വിത്തിൽ നിന്നുണ്ടാക്കിയ മാല. അത് ആ വിത്ത് മുത്തുപോലെയുള്ളതാണ്. അതിൽ നിന്നുണ്ടാക്കിയ മാല അത് കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നു. അത് നെഞ്ചോട് ചേർന്ന് ഇരിപ്പുണ്ട്, ശ്രീകൃഷ്ണൻ്റെ ഹൃദയത്തോട് ചേർന്ന് ഇരിപ്പുണ്ട്. അതാണിവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അധർ സുധാരസ മുരളി രാജത്തി ഉർ വൈജന്തി മാൽ. होठों पर सुरीली धुनों से भरी हुई बांसुरी और सीने पर वैजयंती माला सजी हुई है. होठों पर सुरीली धुनों से भरी हुई बांसुरी, ചുണ്ടിൽ നല്ല മധുരമുള്ള നാദങ്ങൾ നിറഞ്ഞ ആ ഓടക്കുഴലും പിന്നെ നെഞ്ചോട് ചേർന്ന് വൈജയന്തി മാലയുമുണ്ട്. വൈജയന്തി മുത്തുകൾ കോർത്തുണ്ടാക്കിയ മാലയുമുണ്ട്. ക്ഷുദ്ര ഖണ്ഡിക കട്ടിത്തട്ട് ശോഭിത് നൂപുർ ശബ്ദ രസാൽ. ക്ഷുദ്ര എന്ന് പറഞ്ഞാൽ എന്താണ്? ചോട്ടെ ചോട്ടെ, ചെറിയ ഖണ്ഡിക, അതായത് മണികൾ, ചെറിയ മണികൾ. കട്ടിത്തട്ട് ശോഭിത്, ചെറിയ മണികൾ. കട്ടിത്തട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അരഭാഗം, അതായത് വയറിൻ്റെ താഴെയായിട്ടുള്ള ഭാഗം. അവിടെ ഭംഗിയാക്കുന്നു. അവിടെ അരപ്പട്ട ധരിച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണൻ അരപ്പട്ട അല്ലെങ്കിൽ അരഞ്ഞാണം ധരിച്ചിട്ടുണ്ട്. അത് ആ ഭാഗത്തെ ഭംഗിയുള്ളതാക്കുന്നു.
ശോഭിത് എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്നു, നല്ല ഭംഗിയുള്ളതാക്കി മാറ്റുന്നു. നൂപുർ ശബ്ദ രസാൽ, നൂപുർ എന്ന് പറഞ്ഞാൽ എന്താണ്? പാദസരം. അതിൻ്റെ സ്വരവും പാദസരത്തിൻ്റെ ആ ശബ്ദവും നല്ല മധുരമുള്ളതാണ്. ക്ഷുദ്രഖണ്ഡിക കട്ടിത്തട്ട് ശോഭിത് നൂപുർ शब्द रसाल. कमर पर छोटी छोटी गंडियाँ सजी हुई है. श्री कृष्ण के कमर पर छोटी छोटी गंडियाँ सजी हुई है और पैरों में बंधे हुए नूपुर मीठी आवाज़ में बोल रहे हैं. അതായത് അരയിൽ, ശ്രീകൃഷ്ണൻ്റെ അരയിൽ ചെറിയ ചെറിയ മണികൾ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്, അരപ്പട്ട ധരിച്ചിട്ടുണ്ട്. അത് നല്ല ഭംഗിയായിരിക്കുന്നു. പേരോമേ ബന്ധേ ഹുവേ നൂപുർ, കാലിൽ കെട്ടിയിട്ടുള്ള പാദസരം, അതും മീട്ടി ആവാസ് മേ ബോൾ രേ ഹെ, മധുരമായ ശബ്ദം പുറപ്പെടുവിക്കുന്നുണ്ട്. മധുരമായ ശബ്ദമാണ് കേൾക്കാനുള്ളത്. മീരാ കെ പ്രഭു സന്തൻ സുഖദായി ഭക്ത് വചൽ ഗോപാൽ. മീരാ കെ പ്രഭു, മീരയുടെ പ്രഭു, സന്തൻ സുഖദായി, അതായത് മീരാ കെ പ്രഭു സന്തോങ്കോ സുഖ് ദേനെ വാലേ ഹോ, സന്യാസികൾക്ക് സുഖം നൽകുന്ന, സന്യാസികൾക്ക് സന്തോഷം നൽകുന്ന ആളാണ് മീരയുടെ ശ്രീകൃഷ്ണൻ. ഭക്ത് വചൽ ഗോപാൽ, ഭക്തോങ് സെ സ്നേഹ് കർണേ വാലേ ഹോ, ഭക്തവത്സലനാണ്. ഭക്തവത്സലൻ എന്ന് പറഞ്ഞാൽ ഭക്തവത്സലനാണ്. ഗോപാൽ, ഗോക്കളെ പാലിക്കുന്ന ആൾ ആയ ശ്രീകൃഷ്ണൻ. ഗോക്കളെ പാലിക്കുന്ന ഗോപാൽ ശ്രീകൃഷ്ണൻ ഭക്തവത്സലനാണ്. സന്തോങ്കോ സുഖ് തേനെ വാലേ ഹെ, അതായത് സന്യാസികൾക്ക് സന്തോഷം നൽകുന്ന, സുഖം നൽകുന്ന ഭക്തവത്സലനാണ് ഗോപാലൻ. ഒരിക്കൽ കൂടി അർത്ഥം പറഞ്ഞു തരാം. ബസ് ജാന എന്ന് പറഞ്ഞാൽ എന്താണ്? വസിക്കുക. നേനൻ കണ്ണുകൾ. നന്ദലാൽ ശ്രീകൃഷ്ണൻ, നന്ദ് കെ പുത്ര. മോഹിനി മൂർത്തി, മനസ്സിനെ ആകർഷിക്കുന്ന രൂപമുള്ള മൂർത്തി. സാവരി സുരത്തി, ഇരുണ്ട നിറമുള്ള ചായയുള്ള ആൾ. നയന കണ്ണുകൾ. വിശാൽ എന്ന് പറഞ്ഞാൽ വലുത്, വിശാലമായത്. അദർ ചുണ്ട്. സുധാരസ്, അതായത് അമൃത് പോലെ മധുരമുള്ളത്, അമൃതിൻ്റെ രസമുള്ളത്. മുരളി, ഓടക്കുഴൽ. പിന്നെ വൈജന്തി മാല എന്ന് പറഞ്ഞാൽ വൈജന്തി എന്ന ചെടിയുടെ വിത്ത് കൊണ്ടുണ്ടാക്കിയ മാല. ഒരു ഹൃദയം. ക്ഷുദ്ര എന്ന് പറഞ്ഞാൽ ചെറിയ. ഖണ്ഡിക മണികൾ. കട്ടിത്തട് എന്ന് പറഞ്ഞാൽ വയറിൻ്റെ താഴെയുള്ള ഭാഗം, അതായത് അരഭാഗം. ശോഭിത് ശോഭിക്കുന്നു. നൂപുർ പായൽ, അതായത് പാദസരം. രസാൽ എന്ന് പറഞ്ഞാൽ മധുരമുള്ളത്. സന്തൻ എന്ന് പറഞ്ഞാൽ സന്യാസി. സുഖദായി, സുഖം നൽകുന്ന, സന്തോഷം നൽകുന്ന. ഭക്തവചൽ ഭക്തവത്സലൻ. ഗോപാൽ ഗായോങ്കെ രക്ഷക്, അതായത് പശുക്കളെ പാലിക്കുന്ന ആൾ ശ്രീകൃഷ്ണൻ. ഈ വരികളുടെ സമ്മറി ഒന്ന് നോക്കാം. प्रस्तुत पद हमारी पाठ्यपुस्तक मल्हार में संकलित पाठ मीरा के पद से लिया गया है. इसके रचयिता संत मीरा है. അപ്പോൾ ഈ വരികൾ നമ്മുടെ പാഠപുസ്തകമായ മൽഹാറിലെ മീരാ കെ പദിൽ നിന്നെടുത്തിട്ടുള്ളതാണ്. ഇത് രചിച്ചത് സന്യാസിനി മീരയാണ്. इस पद में मीराबाई श्री कृष्ण के मनमोहक रूप का वर्णन कर रही है. ഈ വരികളിൽ, ഈ പദിൽ മീരാബായി ശ്രീകൃഷ്ണൻ്റെ മനസ്സിനെ ആകർഷിക്കുന്ന രൂപത്തെ വർണ്ണിച്ചിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ വ്യാഖ്യ നോക്കാം. मीरा श्री कृष्ण को संबोधित करते हुए उन्हें अपनी आँखों में बस जाने का निवेदन कर रही है. मीरा अपने आराध्य श्री कृष्ण के आकर्षक रूप की प्रशंसा करते हुए कहती है कि उनकी सांवली सूरत और बड़ी बड़ी आँखें मन मोहने वाली है. उनके अधरों पर अमृत रस बरसाने वाली मुरली सुशोभित हो रही है. हृदय पर वैजंती माला और कमर पर छोटी छोटी गंडियों वाली करदनी शोभायमान है. उनके पैरों में बंधे घुंघरू अत्यंत मधुर ध्वनि उत्पन्न कर रहे हैं. मीरा अंत में कहती है कि ऐसे श्री कृष्ण ही मेरे आराध्य हैं, जो संतों को सुख देने वाले और भक्तों के प्रति स्नेह रखने वाले गोपाल हैं. ഇനി നമുക്ക് രണ്ടാമത്തെ പദം മനസ്സിലാക്കാം. ബർസെ ബദരിയ സാവനിക്ക്, സാവനിക്ക് മൻ ഭാവനിക്ക്, സാവൻ മേ ഉമഗ്യോ മേരോ മനവ, ഭനക് സുനി ഹരി ആവനിക്ക്. ഉമട് ഘുമട് ചഹുദിശ സെ ആയ, ദാമിൻ ദമകെ ജർ ലാവനിക്ക്, നന്നി നന്നി ബൂന്തൻ മേഹ ബർസെ, ശീതൾ പവൻ സോഹാവനിക്ക്. മീരാ കെ പ്രഭു ഗിരിധർ നാഗർ ആനന്ദ മംഗൾ ഗാവനിക്ക്.
ഈ വരികളിൽ മീര ശ്രാവണ മാസത്തെയാണ് വർണ്ണിച്ചിരിക്കുന്നത്, മഴക്കാലത്തെ വർണ്ണിച്ചിരിക്കുകയാണ്. അത് ശ്രീകൃഷ്ണൻ്റെ വരവിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മീര പറയുന്നു. നമുക്ക് ഓരോ വാക്കുകളുടെയും അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കാം. ബർസേ ബദരിയ സാവനിക്ക്, സാവനിക്ക് മന ഭാവനിക്ക്. ബർസേ ബദരിയ, ബർസേ എന്ന് പറഞ്ഞാൽ എന്താണ്? പെയ്യുന്നു, മഴ പെയ്യുന്നു. ബദരിയ മേഘങ്ങൾ, മേഘങ്ങൾ പെയ്യുന്നു. സാവനിക്ക് ശ്രാവണ മാസത്തിലെ മേഘങ്ങൾ പെയ്യുന്നു. സാവനിക്ക് മനുഭാവനിക്ക്, ശ്രാവണ മാസത്തിൽ മനുഭാവനിക്ക് മനസ്സിന് സന്തോഷം നൽകുന്നു, മനസ്സിനെ ആകർഷിക്കുന്നു. സാവനമേ ഉമഗ്യോ മേരോ മനവ. ഉമഗ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്സാഹം തോന്നുന്നു, ആവേശം തോന്നുന്നു, അല്ലെങ്കിൽ സന്തോഷം തോന്നുന്നു. മേരോ മനവ, എൻ്റെ മനസ്സിന്. ഭനക്ക് സുനി ഹരി ആവനിക്ക്. ഭനക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ശബ്ദം, ആ ഒരു ശബ്ദം കേൾക്കുന്നു. ഹരി ആവനിക്ക്, ഹരി എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ, ശ്രീകൃഷ്ണൻ വരുന്നതിൻ്റെ ആ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, എൻ്റെ മനസ്സിൽ സന്തോഷം നിറയുകയാണ്. सावन के महीने में मेरे मन में बहुत सी उमंगें उड़ रही है. മീര പറയുകയാണ്, സാവൻ കെ മഹീനെ മേ മേരെ മൻ മേ ബഹുത് സി ഉമംഗെ ഉഡ് രഹി ഹെ ക്യോങ്കി മേനെ ശ്രീകൃഷ്ണ കെ ആനെ കി ചർച്ച സുനി ഹെ. അപ്പം ശ്രീകൃഷ്ണൻ വരുന്നുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ മനസ്സിൽ സന്തോഷം നിറയുകയാണ്. ബർസേ ബദരിയ സാവനിക്ക്, സാവനിക്ക് മൻ ഭാവനിക്ക്. അപ്പോൾ സാവനിക്ക് മഹീനെ മേ ബാദൽ ബർസ് രഹേ ഹെ. ഈ ശ്രാവൺ കെ മഹീനെ മേ, ശ്രാവണ മാസത്തിൽ മേഘങ്ങൾ പെയ്യുകയാണ്. സാവൻ മേ ഉമഗ്യോ മേരോ മനവ ഭനക്ക് സുനി ഹരി ആവനിക്ക്. ശ്രീകൃഷ്ണൻ വരുന്നുണ്ടെന്ന വാർത്ത ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് ആ ഒരു ശബ്ദം, ശ്രീകൃഷ്ണൻ്റെ കാലൊച്ച കേൾക്കുന്നുണ്ട്. സാവൻ മേ ഉമഗ്യോ മേരോ മനവ, എൻ്റെ മനസ്സിൽ വളരെയധികം സന്തോഷം തോന്നുകയാണ്. ഉമഡ് ഗുമഡ് ചഹു ദിശസേ ആയ ദാമിൻ ദമക്കെ ജർ ലാവനിക്ക്. ഉമഡ് ഗുമഡ് ചഹു ദിശസേ ആയ, चारों दिशाओं से बादल उमड़ गुमड़ कर बरस रहे हैं. ഉമട് ഗുമടുക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉരുണ്ടു കൂടിയിട്ട്, തടിച്ചു കൂടിയിട്ട്, നാല് ഭാഗത്ത് നിന്നും, ചഹുദിശസെ ചാരോ ദിശാവസെ, നാല് ഭാഗത്ത് നിന്നും മേഘങ്ങൾ ഉരുണ്ടു കൂടിയിട്ട് ബരസ് രഹേ ഹെ, പെയ്യുകയാണ്. ദാമിൻ ദമക്കെ ജർ ലാവനിക്ക്. ദാമിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാമിൻ ദം എന്ന് പറഞ്ഞാൽ എന്താണ്? ബിജലി കി ചമക് ഓർ ഉസ്കി ആവാസ്, ഏക് തീവ്ര ധ്വനി, അതായത് മിന്നലിൻ്റെ, ഇടിമിന്നലിൻ്റെ ആ വലിയ ശബ്ദം, ലൈറ്റ്നിങ്, അതാണ് ദാമിൻ ദമക്കെ ജർ ലാവനിക്ക്. മഴ പെയ്യാൻ വേണ്ടിയിട്ട്, മഴ ഇങ്ങനെ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇടിമിന്നലുണ്ട്, നാല് ഭാഗത്ത് നിന്നും മേഘങ്ങൾ ഉരുണ്ടു കൂടിയിട്ട് മഴ പെയ്യുകയാണ്. ഉമട് ഗുമട് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാദലോങ്കി ഗരജനെ ഓർ മണ്ടരാനേക്ക് ഗൂഞ്ച്, അതൊരു താളം പോലെയാണ് മീര പറയുന്നത്. നന്നി നന്നി ബൂന്തൻ മേഹ ബർസെ ശീതൾ പവൻ സോഹാവനിക്ക്. നന്നി നന്നി ബൂന്തൻ, ചെറിയ ചെറിയ തുള്ളികൾ. മേഹ ബർസെ, മേഘങ്ങൾ പെയ്യുന്നു, ചെറിയ ചെറിയ തുള്ളികളായിട്ട് മഴ പെയ്യുന്നു. ശീതൾ പവൻ സോഹാവനിക്ക്, തണുത്ത കാറ്റ്. സോഹാവനിക്ക് അതായത് ബാദൽ സെ നന്നി നന്നി പാനി കി ബൂന്തേ ബർസ് രഹി ഹെ ശീതൾ പവൻ ഹമേ സുഹാവനി ലഗ് രഹി ഹെ, നമുക്ക് മനോഹരമായി തോന്നുന്നു. സോഹാവൻ അതായത് സുഹാവനി ലഗ് രഹി ഹെ, നമുക്ക് മനോഹരമായിട്ട് തോന്നുന്നു. മേഘങ്ങൾ ചെറിയ ചെറിയ തുള്ളികളായിട്ട് അങ്ങനെ പെയ്യുകയാണ്. തണുത്ത കാറ്റ് നമുക്ക് മനോഹരമായിട്ട് തോന്നുന്നു, നമുക്ക് സന്തോഷം നൽകുന്നു. തണുത്ത ഈ കാറ്റ് നമുക്ക് മനസ്സിന് സന്തോഷം നൽകുകയാണ്. മീര കെ പ്രഭു ഗിരിധർ നാഗർ ആനന്ദ മംഗൾ ഗാവനിക്ക്. മീര എന്താണ് പറയുന്നത്? മീര കെ പ്രഭു, മീരയുടെ പ്രഭുവായ ഗിരിധർ നാഗർ. ഗിരിധർ നാഗർ എന്ന് പറഞ്ഞാൽ ആരാണ്? ശ്രീകൃഷ്ണൻ. ആനന്ദ മംഗൾ ഗാവനിക്ക്, അപ്പോൾ നമുക്ക് ആനന്ദഗീതം പാടാം. ഗിരിധർ നാഗർ, ശ്രീകൃഷ്ണൻ വരുന്നുണ്ട്, ആനന്ദഗീതം പാടാം. അപ്പോൾ ഈ എന്താണ്? മീര ആനന്ദ് ഓർ ഭക്തി മേ മഗ്ന ഹോക്കർ പ്രഭു കെ മംഗൾ ഗീത് ഗാനെ ലഗ്തി ഹെ. മീര സന്തോഷം കൊണ്ടും ഭക്തി കൊണ്ടും അതിലങ്ങ് മുഴുകിയിട്ട്, ഭക്തിയിൽ മുഴുകിയിട്ട് മംഗളഗീത അതായത് ഭജന പാടാനായിട്ട് തുടങ്ങുകയാണ്, സന്തോഷഗീതം പാടുകയാണ്. ഗാവൻ എന്ന് പറഞ്ഞാൽ ഗാന, പാടുക. मीरा के अनुसार यह मौसम उनके प्रिय गिरिधर गोपाल की स्मृति को और अधिक सजीव कर देता है, जिससे वे आनंद और भक्ति में मग्न होकर
പ്രഭു കെ മംഗൾ ഗീത് ഗാനെ ലഗ്തി ഹെ. ഗിരിധർ എന്ന് പറഞ്ഞാൽ പർവ്വത് കോ ധാരൺ കർണേ വാലെ, അതായത് ശ്രീകൃഷ്ണൻ. ബർസെ എന്ന് പറഞ്ഞാൽ പെയ്യുന്നു, ബദരിയ ബാദൽ മേഘം, സാവൻ ശ്രാവണമാസം, ഉമഗ്യോ എന്ന് പറഞ്ഞാൽ ഉമങ്ക് സെ ഉടുത്ത, അതായത് സന്തോഷം തോന്നുന്നു, ഉത്സാഹം തോന്നുന്നു, ആവേശം തോന്നുന്നു എന്നൊക്കെയാണ് അർത്ഥം. ഭനക് എന്ന് പറഞ്ഞാൽ മന്ദധ്വനി, ചെറിയ ശബ്ദം, അല്ലെങ്കിൽ വാർത്ത, ഉടുത്തി ഖബർ എന്ന അർത്ഥവുമുണ്ട്. ഹരി ശ്രീകൃഷ്ണൻ. ദാമിൻ, ദം എന്ന് പറഞ്ഞാൽ ലൈറ്റ്നിങ്, മിന്നൽ. ലാവൻ, ലാവൻ എന്ന് പറഞ്ഞാൽ ലാനേക്ക്, ലാവനിക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ലാനേക്ക്. ബൂന്ദൻ തുള്ളികൾ, ബൂന്ത് തുള്ളികൾ. ശീതൾ തണുത്ത. സോഹാവൻ എന്ന് പറഞ്ഞാൽ സുഹാവൻ, അതായത് മനോഹരമായിട്ടുള്ള. ഗിരിധർ എന്ന് പറഞ്ഞാൽ ഗിരിക്കോ ധാരൺ കർണേ വാല, പർവ്വതക്കോ ധാരൺ കർണേ വാല, അതായത് ഭഗവാൻ കൃഷ്ണൻ. നാഗർ എന്ന് പറഞ്ഞാൽ ചതുർ, അതായത് സാമർഥ്യമുള്ളവൻ, അറിവുള്ളവൻ. പിന്നെ മംഗൾ ഗാവൻ എന്ന് പറഞ്ഞാൽ മംഗൾഗാൻ, മംഗളഗീതം, ശുഭഗാനം. प्रस्तुत पद हमारी पाठ्य पुस्तक मल्हार में संकलित पद मीरा के पद से लिया गया है. इसके रचयिता मीरा है. इस पद में मीरा भाई ने सावन श्री कृष्ण के आगमन का संकेत कैसे करता है इसका वर्णन किया है. व्याख्या. मीरा बाई कहती है कि सावन की सुंदर सुहावनी घटाएं बरसने लगी है, അതായത് സാവൻ ശ്രാവണ മാസത്തിലെ മനോഹരമായ മേഘങ്ങൾ പെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. यह ऋतु मन को अत्यंत प्रसन्न करने वाली है. जब वर्षा ऋतु का यह दृश्य उनके सामने आता है तो उनका मन प्रभु श्री कृष्ण के आगमन की आशा से भर जाता है. उन्हें ऐसा लगता है जैसे बादलों की गरज और बूंदों की रिमझिम में श्री कृष्ण के आने की आहट छुपी है. सावन की उमड़ गुमड़ कर छाई घटाएं, बिजली की चमक और बूंदों की जड़ी मानो उनके मन में प्रभु की उपस्थिति का संकेत देती है. ജഡി എന്ന് പറഞ്ഞാൽ എന്താണ്? തുടർച്ചയായിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക, മഴ പെയ്തുകൊണ്ടിരിക്കുക. ठंडी ठंडी शीतल पवन से मन आनंदित हो उठता है. मीरा के अनुसार यह मौसम उनके प्रिय गिरिधर गोपाल की स्मृति को और अधिक सजीव कर देता है, जिससे वे आनंद और भक्ति में मग्न होकर प्रभु के मंगल गीत गाने लगती है. कवयित्री से परिचय. आपने जो रचना अभी पढ़ी है उसे आज से लगभग 500 वर्ष पहले रचा गया था. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വായിച്ച ഈ വരികൾ, ഈ രചന 500 വർഷം പഴക്കമുള്ളതാണ്. इसे हिंदी की महान कवयित्री कृष्ण भक्त और संत मीरा ने रचा था. ഇത് മഹാനായ കവയിത്രിയായിരുന്ന കൃഷ്ണഭക്തയായിരുന്ന സന്യാസിനി മീരയായിരുന്നു രചിച്ചത്. यह माना जाता है कि मीरा बचपन से ही कृष्ण की भक्ति में मग्न रहती थी. ഇങ്ങനെയാണ് പറയപ്പെടുന്നത്. മീര കുട്ടിക്കാലം തൊട്ട് തന്നെ കൃഷ്ണഭക്തിയിൽ മുഴുകിയിരുന്നു. एक राजकुमारी होते हुए भी उन्होंने संतों का जीवन चुना. ഒരു രാജകുമാരി ആയിരുന്നിട്ട് പോലും അവർ സന്യാസിനി ജീവിതം തിരഞ്ഞെടുത്തു. महलों को त्याग कर तीर्थों की यात्रा करने लगी. കൊട്ടാരങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടു. उन्होंने मंदिरों में भजन गाना और सत्संग करना प्रारंभ कर दिया. അവർ അമ്പലങ്ങളിൽ ഭജന പാടാനും പിന്നെ സൽപ്രവൃത്തികളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി. उनके गाए हुए भजन लोग आज भी श्रद्धा और प्रेम से गाते, പഠിത്തെ और सुनते सुनाते हैं. അപ്പോൾ അവർ പാടിയിട്ടുള്ള ഭജനകൾ ഇന്നും ആളുകൾ നല്ല ഭക്തിയോടും സ്നേഹത്തോടും കൂടി പാടുകയും വായിക്കുകയും കേൾക്കുകയും കേൾപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സത്സംഗ് കർണ എന്ന് പറഞ്ഞാൽ സത്യവും നന്മയും ചർച്ച ചെയ്യുക, അതായത് നല്ലവരുമായിട്ടുള്ള ബന്ധം. ഇത് മനസ്സ് ശുദ്ധമാക്കാനും ആത്മീയ വളർച്ചയ്ക്കും സഹായിക്കുന്നു. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക, വേദാന്ത പഠനം, പിന്നെ ഭജന, ധ്യാനം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനാണ് സത്സംഗ് കർണ എന്ന് പറയുന്നത്. കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.